സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച ഫലം കണ്ടില്ല. ചർച്ചയിൽ വിചാരിച്ച പുരോഗതി ഉണ്ടായില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും പ്രതികൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങൾ പോലും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. നാളെ സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, നാളെയും ചർച്ച തുടരും. നാളെ സെക്രട്ടറി തല ചർച്ച നടക്കും എന്നാണ് ധനമന്ത്രി അറിയിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഇന്നത്തെ ചർച്ച പരാജയമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനായി സുപ്രീം കോടതിയാണ് ഇരു കൂട്ടർക്കുമിടയിലേക്ക് ചർച്ചയുടെ ഒരു വഴി തന്നെ തുറക്കുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതാകും ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അങ്ങനെ ഇരുവരും, കേരളവും കേന്ദ്രവും ഇതിൽ സമ്മതം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ധനകാര്യ മന്ത്രാലയത്തിൽ നടന്നത്. എന്നാൽ പക്ഷേ കേരളം പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായില്ല. അക്കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മുന്നോട്ട് വച്ചെങ്കിലും അതിൽ അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പൊതുവായിട്ടുള്ള ഒരു ഘടകം, ഈ കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട്. പക്ഷെ അത്തരം ഒരു ഈഗോ വയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നത് വരെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ശ്രമം അത് സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തുടരും എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ 3 ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെയായിരിക്കും ഈ വിഷയം വീണ്ടും പരിഹരിക്കാനായി കേരളം സമീപിക്കുക. അപ്പോഴും മറ്റൊരു കാര്യം നിരീക്ഷിക്കേണ്ടത്, ഈ ധനനയത്തിൽ ഇടപെടാൻ ചില പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചർച്ചയുടെ സാധ്യതകൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ആ ഒരു നിരീക്ഷണം മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചർച്ച വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ വീണ്ടും പ്രതിസന്ധികൾ കൂടി സൃഷ്ടിക്കുന്നതാണ്. എന്തായാലും ഇന്ന് നടത്തിയ ചർച്ച അത് പരാജയപ്പെട്ടു എന്ന് തന്നെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. പോസിറ്റീവായിട്ട് യാതൊരു പ്രതികരണവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ധനകാര്യ സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലുമാണ് പങ്കെടുത്തത്. പക്ഷേ ചർച്ചകൾ ഫലം കണ്ടില്ല. ഏതാണ്ട് 2.5 മണിക്കൂറിന് മുകളിൽ ചർച്ചകൾ ധനകാര്യ മന്ത്രാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പക്ഷേ ഒരു തരത്തിൽ പോലും, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യങ്ങളിൽ പോലും കേരളത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു മറുപടിയും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വിജയകുമാർ, അതെ, ചർച്ച പോസിറ്റീവ് അല്ല എന്നാണ് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പക്ഷെ നാളെ സെക്രട്ടറി തല ചർച്ചയുണ്ട്. സുപ്രീം കോടതിയെ കേരളം സമീപിച്ച സാഹചര്യത്തിൽ കോടതിയിൽ കിടക്കുന്ന പ്രശ്നമല്ലേ എന്ന ചോദ്യം കേന്ദ്രം ആവർത്തിക്കുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എന്തായാലും നാളത്തെ ചർച്ച കൂടി കഴിയുമ്പോൾ അറിയാം കോടതിയിലേക്ക് വീണ്ടും പോകേണ്ടി വരുമോ അതോ കോടതിക്ക് പുറത്ത് ഈ വിഷയങ്ങൾ പരിഹരിച്ചു എന്ന് കേരളവും കേന്ദ്രവും സുപ്രീം കോടതി അറിയിക്കുന്ന നിലയുണ്ടാകുമോ എന്ന് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.